നമസ്കാരം. സംസ്ഥാന കേരളോത്സവത്തോടനുബന്ധിച്ച് കോതമംഗലത്ത് നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാക്കിയ മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ടാബ്ലോ പ്രദർശിപ്പിച്ച വിഷയത്തിൽ പ്രതിഷേധിച്ച് നെല്ലിക്കുഴി UDF പഞ്ചായത്ത് കമ്മിറ്റി നെല്ലിക്കുഴി കവലയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കുറ്റക്കാരായ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, കുറ്റം ഏറ്റുപറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം കോതമംഗലം നിയോജക മണ്ഡലം UDF കൺവീനർ MS എൽദോസ് ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ KM കുഞ്ഞുബാബ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അലി പടിഞ്ഞാറച്ചാലിൽ, നാസർ വട്ടേക്കാടൻ, സുരേഷ് ആലപ്പാട്ട്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് NM ഷംസുദ്ദീൻ, MA കരീം, പരീദ് പട്ടമാവുടി, RSP നേതാവ് R സുഗതൻ, മുസ്ലിം ലീഗ് നേതാക്കളായ CM മീരാൻ, ജാഫർ പോണക്കുടി, CV സൈനുദ്ദീൻ, ഷമീർ പാറപ്പാട്ട്, ഷെബിൻ ഇസ്മായിൽ, സക്കീർ പക്കോളി, PM ഷമീർ, കോൺഗ്രസ് നേതാക്കളായ വിജയൻ നായർ, KP അഷറഫ്, അനിൽ രാമൻ നായർ, TP ഷിയാസ്, ഷൗക്കത്ത് പൂതയിൽ, KP അബ്ബാസ്, MM അബ്ദുൾ സലാം, സലീം പേപ്പതി, നവാസ് ചെക്കുന്താഴം, റഫീഖ് മരോട്ടിക്കൽ, നൗഫൽ കാപ്പുചാലി, മീരൻ അരീക്കൽ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ഏറെ വേദനയോടെയും മനോവിക്ഷോഭത്തോടെയുമാണ് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. മതേതരത്വം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് മതനിരപേക്ഷത എന്ന പ്രചരണവുമായി നെല്ലിക്കുഴി പഞ്ചായത്ത് CPM ഭരിക്കുമ്പോൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് കേരളോത്സവത്തോടനുബന്ധിച്ച് അതീവ ഗുരുതരമായ നിന്ദ്യവും നീചവുമായ ഒരു ടാബ്ലോ അവതരിപ്പിച്ചത് അതീവ ഗൗരവത്തോടെയാണ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും കാണുന്നത് എന്ന് സൂചിപ്പിക്കട്ടെ. കേരളോത്സവം പദ്ധതി സംഘടിപ്പിച്ചത് ആരാണ്? സംസ്ഥാനം ഭരിക്കുന്ന CPM ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടം. ആ പരിപാടിയുടെ മുഖ്യ സംഘാടകരാരാണ്? കോതമംഗലത്ത് നിന്നുള്ള CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ S സതീഷ് വൈസ് ചെയർമാനായിട്ടുള്ള സമിതിയാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ യുവജനങ്ങളുടെ ക്ഷേമകാര്യ പ്രവർത്തനം നടത്തേണ്ട ആ ബോർഡിനകത്ത് അതിലെ കോർഡിനേറ്റർമാരിൽ 33 പേരിൽ 30 പേരും CPM-കാരാണ്. അങ്ങനെ ഒരു സർക്കാർ പരിപാടിയിൽ, ഒരു CPM സ്പോൺസേഡ് പരിപാടിയിലാണ് ഇത്ര നിന്ദ്യമായ നീചമായ ഒരു പ്രവർത്തനം നടന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നായിരിക്കും നാളെ നിങ്ങളുടെ മുമ്പിൽ ഇവർ പറയാൻ പോകുന്നത്. അത് കലാപ്രകടനമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നവർ പറയാം. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതവിഭാഗത്തെയോ ജനവിഭാഗത്തെയോ